എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ബിഗം മെത്തേഡിലൂടെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കംപ്ലീറ്റ് എലിമിനേഷൻ സാധ്യമാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഒപ്റ്റിമാലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മാക്സിമൈസേഷൻ LPP ആണ്. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സെക്കൻഡ് കൺസ്ട്രെയിന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് സ്ലാക്ക്, സർപ്ലസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ് കൺസ്ട്രെയിന്റിൽ സ്ലാക്ക് വേരിയബിളും സെക്കൻഡ് കൺസ്ട്രെയിന്റിൽ സർപ്ലസ് വേരിയബിളും കൂടാതെ 0-1 കോളം ഇല്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിളിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും റീറൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 10 കോളം S1-നായതുകൊണ്ട് ബേസിസിൽ ആദ്യം S1-നെ എൻറ്റർ ചെയ്ത് CB കോളത്തിൽ S1-ന്റെ കോഎഫിഷ്യന്റ് ആയ 0 ചേർക്കുക. സെക്കൻഡ് എലമെന്റ് ആയി A1-ഉം കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് -m എൻറ്റർ ചെയ്യുക. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ -4m -2 ആണ് ഹയസ്റ്റ് നെഗറ്റീവ് ആയി വരുന്നത്. അതായത് X ആണ് ഇൻകമിംഗ് വേരിയബിൾ. നെക്സ്റ്റ് XB കോളത്തിനെ X കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ S1 ആണ് ഔട്ട് ഗോയിങ് ആൻഡ് കീ എലമെന്റ് 1. നെക്സ്റ്റ് B കോളത്തിൽ നിന്ന് S1-നെ മാറ്റി പകരം X ആക്കുക. കറസ്പോണ്ടിങ് CB കോളവും അഡ്ജസ്റ്റ് ചെയ്യുക. കീ എലമെന്റ് 1 ആയതുകൊണ്ട് തന്നെ ആ റോ ഒരു മാറ്റവും കൂടാതെ തന്നെ സെക്കൻഡ് ടേബിളിലെ ഫസ്റ്റ് റോ ആയി എഴുതാം. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള 4-നെ 0 ആക്കാൻ സെക്കൻഡ് ടേബിളിലെ ഫസ്റ്റ് റോയിനെ ആദ്യം തന്നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ടേബിളിലെ സെക്കൻഡ് റോയിൽ നിന്ന് ആ വാല്യൂസ് മൈനസ് ചെയ്യാം. അങ്ങനെ പുതിയ സെക്കൻഡ് റോയും കിട്ടിക്കഴിഞ്ഞു. വീണ്ടും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ΔJ വാല്യൂ എല്ലാം പോസിറ്റീവായി കിട്ടിയിരിക്കുന്നതുകൊണ്ട് സൊല്യൂഷൻ ഒപ്റ്റിമമായി. പക്ഷെ നോക്കൂ, ബേസിസ് കോളത്തിൽ നിന്ന് A1 എന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ പോയിട്ടുമില്ല. മാത്രമല്ല XB കോളത്തിൽ A1-ന് നോൺ സീറോ വാല്യൂ 4 സൊല്യൂഷനായി കിട്ടിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒപ്റ്റിമം ആയതുകൊണ്ട് സൊല്യൂഷൻ നമുക്ക് എഴുതാമല്ലോ. A1-ന്റെ സൊല്യൂഷൻ 0 ആകാത്തതുകൊണ്ട് A1 ഉള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് വേണം സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z-ന്റെ വാല്യൂവിൽ m കണ്ടെയ്ൻ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒപ്റ്റിമാലിറ്റി അറ്റൈൻ ചെയ്യുകയും ഒപ്റ്റിമൽ സിംപ്ലക്സ് ടേബിളിന്റെ ബേസിസിൽ നിന്ന് A1 പോകാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇൻഫീസിബിലിറ്റി. ഇൻഫീസിബിലിറ്റി എന്താണെന്ന് നമ്മൾ ഗ്രാഫിക് മെത്തേഡിൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അതായത് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥേനെയാണ് ഇൻഫീസിബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ കൺസ്ട്രെയിൻസും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഫീസിബിൾ സൊല്യൂഷൻ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അറ്റ്ലീസ്റ്റ് ഒരു കൺസ്ട്രെയിന്റ് എങ്കിലും വയലേറ്റ് ചെയ്യാതെ ഒരു സൊല്യൂഷനെ കണ്ടെത്താൻ സാധിക്കില്ല. അതായത് സൊല്യൂഷൻ ഇൻഫീസിബിൾ ആകുന്നു. ഇത് സിംപ്ലക്സ് മെത്തേഡിലെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇൻഫീസിബിലിറ്റി എങ്ങനെയാണ് സിംപ്ലക്സ് ടേബിളിൽ വരുന്നതെന്ന് മനസ്സിലായോ? താങ്ക് യു.